അതേസമയം മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിന് ഇപ്പോഴും ശമനമില്ല. പല ഭാഗങ്ങളിലും ഇന്നും വലിയ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെട്ടത്. 4 ആഴ്ചയ്ക്കകം അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടും ഒരു ഭാഗത്തും അറ്റകുറ്റപ്പണി തുടങ്ങിയിട്ടു പോലുമില്ല. ദിവസങ്ങൾ പിന്നിട്ടിട്ടും മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിന് ഒരു മാറ്റവുമില്ല. ആമ്പല്ലൂരിലും മുരിങ്ങൂരിലും ചാലക്കുടിയിലും കുരുക്കോട് കുരുക്ക്. യാത്രക്കാർ മണിക്കൂറുകളോളം ബുദ്ധിമുട്ടി. ഇടറോഡുകൾ വഴി ഗതാഗതം തിരിച്ചുവിട്ടെങ്കിലും പ്രശ്നപരിഹാരമായില്ല. ജില്ലയിൽ സ്കൂളുകൾക്ക് ഇന്ന് അവധിയായതു മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ആശ്വാസമായത്. നിർമ്മാണ പ്രവർത്തനത്തെ പ്രതികൂല കാലാവസ്ഥ ബാധിക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഏതായാലും പ്രശ്നം പരിഹരിക്കണം എന്നുള്ള ജനങ്ങളുടെ വികാരത്തിലൂടെയാണ് ഞങ്ങൾ. റോഡിന്റെ മോശം അവസ്ഥ കാരണം ലക്ഷങ്ങളുടെ നഷ്ടമാണ് KSRTCക്കുണ്ടായതെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. KSRTC ഒരു ദിവസം ഡീസൽ മാത്രം ലക്ഷക്കണക്കിനോട് നഷ്ടമാണ്. വളരെ മോശമായ സ്ഥിതിയിൽ വണ്ടിയുടെ മെയിൻ്റനൻസ് ഒക്കെ ഭയങ്കര കുഴപ്പമായി മാറിയിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപ KSRTCക്ക് ഇതിന്റെ പേരിൽ നഷ്ടമുണ്ട്. 4 ആഴ്ചയ്ക്കകം അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തിന് പുല്ലുവിലയാണ് കരാർ കമ്പനി നൽകുന്നത്. നിർദ്ദേശം വന്നിട്ട് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഒരു ഭാഗത്തും അറ്റകുറ്റപ്പണി തുടങ്ങിയിട്ടില്ല. 24 തൃശൂർ.